നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യമൻ പൗരന്റെ കൊലപാതക കേസിൽ മലയാളി നേഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ ഇളവ് ചെയ്യുന്ന കാര്യത്തിൽ തലാൽ അബ്ദു മഹദിയുടെ കുടുംബം കടുത്ത നിലപാടിൽ തുടരുക തന്നെയാണ്. ഇപ്പോഴിതാ കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ ഈ ഒരു വിഷയത്തിൽ നിന്നും മാറിയിരിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട നിര്യാണവുമായി ബന്ധപ്പെട്ട എല്ലാ മാധ്യമങ്ങളുടെയും മലയാളികളുടെയും ശ്രദ്ധ അദ്ദേഹത്തിലെ മാത്രമാണ്. അദ്ദേഹത്തിന്റെ വേർപാടിലും അദ്ദേഹത്തിന്റെ വേദനയിലും കഴിയുന്ന ഈ സമയം ഒരു പക്ഷേ മലയാള മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും കൃത്യമായി വിലയിരുത്തുന്ന, കൃത്യമായി മനസ്സിലാക്കുന്ന അബ്ദുൾ മഹദി ഒരു പക്ഷേ ഈ ഒരു സമയം യമനോട് പറയാം, ഒരു പക്ഷേ ഈ സമയം നടപ്പാക്കണം, നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കണമെന്ന് ഒരു പക്ഷേ പറഞ്ഞേക്കാം. അങ്ങനെ ഒരു നീക്കം ഉണ്ടാകരുതേ എന്ന പ്രാർത്ഥനയിലാണ് എല്ലാവരും. നിമിഷപ്രിയയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾക്കും അതുവഴി കേരളത്തിലെ ഓരോ ജനതയ്ക്കും ഉണ്ടാകുന്ന ഒരു താല്പര്യം, നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളികൾ ഓരോരുത്തരും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അടക്കം പോയി കമന്റ് ഇടുകയും യാചിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ഒരു സമയത്ത് മലയാളികളുടെ ശ്രദ്ധ ആ ഒരു വിഷയത്തിൽ നിന്ന് മാറുമ്പോൾ ഒരുപക്ഷെ ഇത്തരം ക്രൂര നീക്കങ്ങൾ നടത്താനുള്ള സാധ്യതയും ഉണ്ട്. അങ്ങനെ നടക്കാതിരിക്കട്ടെ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും അല്ലാഹുവിന്റെ നിയമം നടപ്പാക്കണമെന്നാണ് തങ്ങളുടെ നിലപാടെന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹ് മഹദി ചൊവ്വാഴ്ചയും ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചിരുന്നു. അതേസമയം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട യമനിൽ നടക്കുന്ന മധ്യസ്ഥ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ കൂടി പങ്കെടുക്കണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. രണ്ടാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് വിദേശകാര്യ വകുപ്പുമായി ചേർന്നുകൊണ്ടുള്ള യോജിച്ച നീക്കം നടത്തുമെന്നും കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട്. നയതന്ത്ര ചർച്ചകളുടെ തുടർച്ചയും നിയമപരമായ കാര്യക്ഷമതയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം കേസിന്റെ സാംസ്കാരികമായ ഈ സെൻസിറ്റിവിറ്റി കൂടി മനസ്സിലാക്കിയുള്ള യോജിച്ച പ്രവർത്തനങ്ങൾക്ക് തുടർ നടപടികളെ ഫലപ്രദമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ എന്നതിനാലാണ് ഇങ്ങനെയൊരു യോജിച്ച നീക്കത്തിന് രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത്. തുടർ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയും പ്രാതിനിധ്യവും വേണമെന്ന് ഗ്രാൻഡ് മുഫ്തി ഓഫീസ് കേന്ദ്രം സർക്കാരിനെയും യമനിലെ മധ്യസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ സന്ദർശിച്ച ആക്ഷൻ കമ്മിറ്റി അംഗങ്ങളോടും മറ്റ് പ്രതിനിധികളോടും കാന്തപുരം ഇക്കാര്യങ്ങൾ അറിയിച്ചിരുന്നു. സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടത് പ്രകാരം സർക്കാരിനും കാന്തപുരത്തിന്റെ ഓഫീസിനും പുറമെ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിനിധികളും ചേർന്നാവും തുടർന്നുള്ള കാര്യങ്ങൾ നടത്തുക. നിമിഷപ്രിയയുടെ കാര്യത്തിൽ യമന്റെ നിയമവ്യവസ്ഥകൾ ഒക്കെ കൊണ്ടുള്ള അവസാനത്തെ സാധ്യതയാണ് കുടുംബത്തിന്റെ ദയ തേടൽ. കഴിഞ്ഞ ആഴ്ചയും ഈ അവസരം ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. അത് ലഭ്യമാക്കിയ ശേഷമേ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാകൂ എന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനി സൂഫി പണ്ഡിതന്മാർ മുഖേന ആവശ്യപ്പെട്ടതനുസരിച്ചാണ് കുടുംബം ചർച്ചയ്ക്ക് തയ്യാറായതും 16-ാം തീയതി നിശ്ചയിച്ച വധശിക്ഷ നീട്ടിവെച്ചതും. ഇതേ തുടർന്ന് ലഭ്യമായ സൗകര്യം ഉപയോഗപ്പെടുത്തി കുടുംബത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കുടുംബത്തോട് സംസാരിക്കാൻ യമനിലെ കാന്തപുരത്തിന്റെ പ്രതിനിധികളുടെ സേവനം ഉപയോഗിക്കുന്നു എന്നതോടൊപ്പം ദിയാദന മോചനം, അനുബന്ധ നിയമ നടപടിക്രമങ്ങൾ എന്നിവയ്ക്ക് സർക്കാരിന്റെ ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് ആവശ്യമെന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഊഹാപോഹങ്ങൾ അതിനുപരി നടക്കുന്നുണ്ട്. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള പ്രധാന നീക്കങ്ങൾ അത് മറുവശത്ത് നടക്കുന്നുണ്ട്. എന്തായാലും മാധ്യമങ്ങളുടെ ശ്രദ്ധ ഒന്ന് മാറുമ്പോൾ നിമിഷപ്രിയയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാൻ യമനിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം അത് വലുതാണ്. മാത്രമല്ല ഈ ഒരു ഘട്ടം മുൻനിർത്തിക്കൊണ്ട് യമനിലേക്ക് പ്രതിഷേധവും ഒക്കെ തന്നെ ശക്തമായി മുന്നോട്ട് വരും. അങ്ങനെ പ്രതിഷേധം വന്നു കഴിഞ്ഞാൽ യമൻ ജനതയ്ക്ക് അല്ലെങ്കിൽ യമൻ ഭരണകൂടത്തിന് ആ ഒരു ശിക്ഷാവിധി നടപ്പാക്കാനുള്ള ഒരു പ്രഷർ ഉണ്ടാകും. ആ പ്രഷർ താങ്ങാനാകാതെ നിമിഷപ്രിയയുടെ ശിക്ഷാവിധി നടപ്പിലാക്കി കഴിഞ്ഞാൽ ഒരു പക്ഷേ മലയാളികൾ കേൾക്കാൻ പോകുന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയായിരിക്കും അത്. പക്ഷേ അങ്ങനെ സംഭവിക്കരുത്. കാരണം അങ്ങനെ സംഭവിക്കില്ല. ഒരു പക്ഷേ ആ 13 വയസ്സുകാരി മകളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. നിമിഷപ്രിയയുടെ അമ്മയുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. ഭർത്താവിന്റെ ആ ഇടപെടലൊക്കെ തന്നെ ദൈവം കാണാതെ പോവുകയില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്.